നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പട്ടാപ്പകൽ ചാലിയാർ പുഴയിൽ നീന്തി കുളിച്ച കാട്ടാനകൾ. ചാലിയാർ പുഴയുടെ മയിലാടി പാലത്തിന് താഴെയാണ് രണ്ട് കാട്ടാനകൾ ഇന്ന് രാവിലെ 8:30 കാടിറങ്ങി പുഴയിലേക്ക് എത്തിയത്. ₹1 കോടി ചെലവിൽ പുതുതായി നിർമ്മിച്ച മരുത ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടവും വാർഷികാഘോഷവും കായിക വകുപ്പ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. പുലിഭീതി അമരമ്പലം നിവാസികൾ വനം വകുപ്പിന് നിവേദനം നൽകി. കാളികാവ് റേഞ്ചിലെ ചക്കിക്കുഴി വനം സ്റ്റേഷൻ പരിധിയിലെ പാറക്കപ്പാടം പാലമല ഫോറസ്റ്റ് ജനവാസ മേഖലയ്ക്ക് സമീപത്തുള്ള അടിക്കാട് വെട്ടണമെന്ന് ആവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത്. മുഖ്യമന്ത്രിക്കും വനപാലകർക്കുമെതിരെ മുദ്രാവാക്യമുയർത്തി മാവോയിസ്റ്റ് നേതാവ് സോമൻ. TK നഗറിലെ വനം ഔട്ട്പോസ്റ്റ് ആക്രമിച്ച സംഭവത്തിലടക്കം നിരവധി കേസുകളിൽ പ്രതിയായ സോമനെ തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങി വൈദ്യപരിശോധനയ്ക്കായി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് മുദ്രാവാക്യമുയർത്തിയത്. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന മലയോര സമരയാത്ര 30-ന് രാവിലെ 10 മണിക്ക് എടക്കരയിൽ എത്തിച്ചേരും. UDF നേതാക്കന്മാർ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കന്മാർ പങ്കെടുക്കും. വാർത്തകൾ വിശദമായി. പട്ടാപ്പകൽ ചാലിയാർ പുഴയിൽ നീന്തി കുളിച്ച കാട്ടാനകൾ. ചാലിയാർ പുഴയുടെ മയിലാടി പാലത്തിന് താഴെയാണ് രണ്ട് കാട്ടാനകൾ ഇന്ന് രാവിലെ 8:30 കാടിറങ്ങി പുഴയിലേക്ക് എത്തിയത്. ജനവാസ കേന്ദ്രമായ മയിലാടിയോട് ചേർന്ന ഭാഗത്താണ് കാട്ടാനകൾ ഇറങ്ങിയത്. 8:45 സമീപത്തെ വനമേഖലയിലേക്ക് കയറിപ്പോയി. ഈ ഭാഗത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ്. നിലമ്പൂർ KNG റോഡിന് 500 മീറ്റർ ദൂരത്താണ് പട്ടാപ്പകൽ കാട്ടാന ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസം മയിലാടി മദ്രസയ്ക്ക് സമീപം റബ്ബർ തോട്ടത്തിലും കാട്ടാന ഇറങ്ങിയിരുന്നു. ഓരോ ദിവസം വലിയ തോതിൽ കൃഷിനാശവും വരുത്തുന്നുണ്ട്. ₹1 കോടി ചെലവിൽ പുതുതായി നിർമ്മിച്ച മരുത ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടവും വാർഷികാഘോഷവും കായിക വകുപ്പ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷന്റെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് നമുക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്നും ഉന്നത പഠനം പൂർത്തിയാക്കി ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിൽ അന്വേഷിച്ച് പോവുകയും അവിടെ സ്ഥിരമായി തൊഴിൽ ചെയ്യുന്നത്. നമ്മുടെ സർക്കാരിൻ്റെ ഒരു കണക്കനുസരിച്ച് 6 ലക്ഷത്തിലധികം യുവാക്കൾ കേരളത്തിൽ നിന്നും പുറത്തേക്ക് ഈ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ പോയി എന്നുള്ളതാണ്. അതിൽ ഉന്നത ബിരുദ പഠനത്തിനും അതോടൊപ്പം തന്നെ ജോലിക്കുമായിട്ടാണ് അവർ പോയിട്ടുള്ളത്. ഈ പഠനത്തിന് പോയ കുട്ടികൾ തന്നെ മിക്ക ആളുകളും അതാത് രാജ്യങ്ങളിൽ തന്നെ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം അവരാ ജോലി ചെയ്യുന്ന നാട്ടിൽ നിന്നും അയക്കുന്ന റെമിറ്റൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള ഉപഹാര സമർപ്പണവും മന്ത്രി നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അധ്യക്ഷനായി. വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി പദ്ധതി വിശദീകരിച്ചു. മലപ്പുറം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ K രമേഷ് കുമാർ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K റംലത്ത്, നിലമ്പൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K പ്രേമാനന്ദ്, നിലമ്പൂർ BPC M മനോജ് കുമാർ, പ്രധാനാധ്യാപിക സൂസൻ സാമുവേൽ, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പവല്ലി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CK നാസർ, മുപ്ര സെയ്തലവി, ജലജാമണി, M ഷിഹാബ്, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, മറ്റ് അധ്യാപക രക്ഷാകർതൃ സമിതി ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു.
പുലിഭീതി അമരമ്പലം നിവാസികൾ വനം വകുപ്പിന് നിവേദനം നൽകി. കാളികാവ് റേഞ്ചിലെ ചക്കിക്കുഴി വനം സ്റ്റേഷൻ പരിധിയിലെ പാറക്കപ്പാടം പാലമല ഫോറസ്റ്റ് ജനവാസ മേഖലയ്ക്ക് സമീപത്തുള്ള അടിക്കാട് വെട്ടണമെന്നാവശ്യപ്പെട്ടാണ് നിലമ്പൂർ സൗത്ത് DFOയ്ക്ക് നിവേദനം നൽകിയത്. അമരമ്പലം 15-ാം വാർഡംഗം സുനിത നോട്ടത്തിന്റെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. പ്രദേശത്തെ 100ഓളം ആളുകൾ ഒപ്പിട്ട പരാതിയും കൈമാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് ടാപ്പിംഗ് തൊഴിലാളിയായ കറുത്തെടുത്ത് മൊയ്തീന് നേരെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്നും പുലിയോട് സാദൃശ്യമുള്ള വന്യജീവി ആക്രമിക്കാനായി എത്തിയെന്നും പ്രദേശങ്ങളിൽ ഇതിന്റെ ശല്യം കൂടി വരികയാണെന്നും ഇതിന് അടിയന്തരമായി പരിഹാരം കാണുന്നതിനായി ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിൽ 20 മീറ്ററിൽ കുറയാതെ അടിക്കാട് വെട്ടിത്തെളിക്കണമെന്നും വർഷങ്ങളായി പ്രവർത്തനം നിലച്ച ഫോറസ്റ്റ് ഔട്ട്പോസ്റ്റും കാര്യക്ഷമമാക്കണമെന്നും ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിനായി അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവുമായാണ് പാറക്കപ്പാടം നിവാസികൾ നിവേദനം നിലമ്പൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് നൽകിയത്. ലീവിലായ DFOയെ ഓഫീസ് സൂപ്രണ്ട് ഫോണിൽ ബന്ധപ്പെടുകയും ക്യാമറ സംവിധാനം ഒരുക്കുമെന്നും അടിക്കാട് വെട്ടുന്നതിനായി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നതിനായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആവശ്യപ്പെട്ടാൽ അതിനായി സംവിധാനം ഒരുക്കുമെന്നും സീനിയർ സൂപ്രണ്ട് K. മണികണ്ഠൻ ഉറപ്പു നൽകി. നിവേദനം നൽകുവാൻ പാറക്കപ്പാടം വാർഡംഗം സുനിത നോട്ടത്ത്, പൊതുപ്രവർത്തകരായ അഷ്റഫ് മുണ്ടശ്ശേരി, ബാബു വീത്തനശ്ശേരി, AP ഫൈസൽ, ഫവാസ് ചുള്ളിയോട്, നോട്ടത്ത് മുഹമ്മദ്, റഫീഖ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്കും വനപാലകർക്കുമെതിരെ മുദ്രാവാക്യം ഉയർത്തി മാവോയിസ്റ്റ് നേതാവ് സോമൻ. TK നഗറിലെ വനം ഔട്ട്പോസ്റ്റ് ആക്രമിച്ച സംഭവത്തിലടക്കം നിരവധി കേസുകളിൽ പ്രതിയായ സോമനെ തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങി വൈദ്യപരിശോധനയ്ക്കായി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് മുദ്രാവാക്യം ഉയർത്തിയത്. പിണറായിക്ക് നിലപാടില്ല. പിണറായി എല്ലാ കേസും അമിത്ഷായുടെ ക്രിമിനലുകളായ NIA-ക്കാരെ ഏൽപ്പിക്കുകയാണ്. അതേസമയം അവർ പറയുന്നത് UAPയിൽ ഞങ്ങൾക്ക് നിലപാടുണ്ട്. വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന വനം വകുപ്പുകാർ കാട് വിടുക. ജനങ്ങളെ വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന വനം വകുപ്പുകാർ കാട് വിടുക. പൂക്കോട്ടുംപാടം TK നഗറിലെ വനം ഔട്ട്പോസ്റ്റ് ആക്രമിച്ച സംഭവത്തിൽ പൂക്കോട്ടുംപാടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ തെളിവെടുപ്പിനായാണ് മാവോയിസ്റ്റ് നേതാവ് സോമനെ നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്നുമാണ് നിലമ്പൂർ DYSP ബാലചന്ദ്രൻ തെളിവെടുപ്പിനായി 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയത്. വയനാട് സ്വദേശിയായ സോമൻ നിരവധി കേസുകളിൽ പ്രതിയാണ്. പൂക്കോട്ടുംപാടം TK നഗറിലെ വനം ഔട്ട്പോസ്റ്റ് ആക്രമിച്ച കേസിൽ തെളിവെടുപ്പിനാണ് കസ്റ്റഡിയിൽ വാങ്ങിയത്. വൈദ്യപരിശോധനയ്ക്കായി പോലീസിന്റെയും തണ്ടർബോട്ടിന്റെയും വൻ സുരക്ഷാ വലയത്തിലാണ് സോമനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്നിവർക്കെതിരെ മുദ്രാവാക്യമുയർത്തി. UAPA നിയമത്തിൽ ഇരുവർക്കും നിലപാടില്ലെന്ന മുദ്രാവാക്യമാണ് ഉയർത്തിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പുറത്തിറക്കിയപ്പോൾ വന്യമൃഗങ്ങൾക്ക് മനുഷ്യരെ ഇട്ടുകൊടുക്കുന്ന വനപാലകർ കാടിറങ്ങണമെന്ന മുദ്രാവാക്യവും ഉയർത്തി. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് സോമൻ ഷൊർണൂരിൽ നിന്നും പിടിയിലായത്. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന മലയോര സമരയാത്ര 30-ന് രാവിലെ 10 മണിക്ക് എടക്കരയിൽ എത്തിച്ചേരും. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള UDF നേതാക്കന്മാർ പങ്കെടുക്കും. ഈ യാത്ര വിജയിപ്പിക്കുന്നതിനു വേണ്ടി നിലമ്പൂർ UDF കമ്മിറ്റി കൺവെൻഷൻ ചേർന്നു. വേണ്ടുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചു. ഒരു വാർഡിൽ നിന്നും 50 പേരെ പങ്കെടുപ്പിക്കുവാൻ തീരുമാനിച്ചു. കൺവെൻഷൻ മുൻ KPCC സെക്രട്ടറി VA കരീം ഉദ്ഘാടനം ചെയ്തു. കോടിക്കണക്കായ രൂപ സംസ്ഥാന ഗവൺമെന്റ് തന്നെ വന്യമൃഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റിന് നൽകുന്നു എങ്കിൽ പോലും ആ പണമൊക്കെ തന്നെ തിരിമറി ചെയ്തുകൊണ്ട് മലയോര മേഖലയിലെ കർഷകരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. UDF ചെയർമാൻ നാണിക്കുട്ടി കൂമഞ്ചേരി അധ്യക്ഷത വഹിച്ചു. പലോളി മെഹബൂബ്, A. ഗോപിനാഥ്, അഡ്വക്കേറ്റ് ഷെറി ജോർജ്, റൂൺസക്കർ അജ്മൽ, സൈഫു, ഷുഹൈബ് മുത്തു, ഷിബിൽ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. പ്രളയ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ച 10 വീടുകളുടെ താക്കോൽ ദാനം ബുധനാഴ്ച നടക്കും. നിലമ്പൂർ പോത്തുകല്ലിലെ പുളപ്പാടത്ത് രാവിലെ 11 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ താക്കോൽ ദാനം നിർവഹിക്കുമെന്ന് ജനറൽ സെക്രട്ടറി PMA സലാം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാതാറിൽ വീട് നഷ്ടപ്പെട്ടവരും ജീവാനി ഉണ്ടായില്ലെങ്കിലും വീട് നഷ്ടപ്പെട്ടവരും വീട് ഭാഗികമായി നഷ്ടപ്പെട്ടവരും ആ പ്രദേശത്ത് വീട് നിർമ്മിക്കാൻ കഴിയാത്തവരൊക്കെ ആളുകളുണ്ട്. ഇവർക്കെല്ലാം കൂടി പലരും സഹായം നൽകിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് മുസ്ലിം ലീഗ് മാത്രമാണ് ഇതുവരെ ദുരിതാശ്വാസം നടത്തിയത്.
മറ്റ് പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ, ഗവൺമെൻറ് ഒക്കെ നൽകിയിട്ടുണ്ട്. അത്തരം ആശ്വാസ പദ്ധതികൾ ലഭ്യമാകാത്ത ആളുകളും അർഹതപ്പെട്ട ആളുകളും ആ പ്രദേശത്തുള്ള ആളുകളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ്. പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട പാവപ്പെട്ട മനുഷ്യരെ ചേർത്തു പിടിക്കുന്നതിന്റെ ഭാഗമായാണ് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങിയത്. വിവിധ ജില്ലകളിൽ പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി 5 കോടിയിലേറെ രൂപയാണ് പാർട്ടി ചിലവഴിച്ചത്. മലപ്പുറം ജില്ലാ കമ്മിറ്റി 50 കുടുംബങ്ങൾക്ക് 3 ഏക്കർ ഭൂമി വിതരണം ചെയ്തു. വീടുകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് നൽകിയത്. കവളപ്പാറയിലും പാതാറിലുമുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്നാണ് പോത്തുകലിൽ തിരഞ്ഞെടുത്ത 10 കുടുംബങ്ങൾക്ക് വീട് വച്ച് നൽകുവാൻ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. പ്രാദേശിക കമ്മിറ്റി ഒരു വീട് പുളപ്പാടത്ത് നിർമ്മിച്ചിട്ടുണ്ട്. കുടിവെള്ളം, വൈദ്യുതി, അപ്രോച്ച് റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ സജ്ജീകരിക്കുന്നതിന്റെ ഭാഗമായാണ് വീടുകളുടെ താക്കോൽദാനം വൈകിയത്. താക്കോൽദാന ചടങ്ങിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തും. അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, ഇ ടി മുഹമ്മദ് ബഷീർ MP, PV അബ്ദുൽ വഹാബ് MP, ഡോക്ടർ MP അബ്ദുസമദ് സമദാനി MP, അഡ്വക്കേറ്റ് PMA സലാം, KPA മജീദ്, P അബ്ദുൽ ഹമീദ് മാസ്റ്റർ, അഡ്വക്കേറ്റ് UA ലത്തീഫ് എന്നിവർ സംബന്ധിക്കും. വന്യമൃഗങ്ങളിൽ നിന്നും തോട്ടം വ്യവസായവും തൊഴിലാളികളെയും സംരക്ഷിക്കുക എന്നാവശ്യപ്പെട്ട മലപ്പുറം ജില്ലാ പ്ലാന്റേഷൻ ലേബർ ഫെഡറേഷൻ DFO ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി VP സഖറിയ ഉദ്ഘാടനം ചെയ്തു. കേരള പ്ലാന്റേഷൻ ലേബർ ഫെഡറേഷന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ചാണ് കേരളത്തിലെ തോട്ടമുള്ള എല്ലാ ജില്ലകളിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസുകൾക്ക് മുമ്പിലേക്ക് തോട്ടം തൊഴിലാളികൾ ഇത്തരത്തിലുള്ള പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് PT ഉമ്മർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി P ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. P രാധാകൃഷ്ണൻ, E പത്മാക്ഷൻ, P ശിവാത്മജൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് സജാദ് ഹുസൈൻ എന്നിവർ സംസാരിച്ചു. K വാസുദേവൻ, KN ചന്ദ്രൻ, സയ്യിദ് ചാലിയാർ, അസീസ് പുല്ലങ്കോട്, മണി കരുവാരക്കുണ്ട് എന്നിവർ നേതൃത്വം നൽകി. വെച്ചിലപ്പാറ കൂരങ്കലിൽ കാട്ടാന ജനവാസ മേഖലയിൽ കിണറ്റിൽ വീണ സംഭവത്തിൽ വനം വകുപ്പ് കേസെടുത്തു. നിലവിൽ ആരെയും കേസിൽ പ്രതി ചേർത്തിട്ടില്ല. 23-ന് പുലർച്ചെ 1-നാണ് അട്ടാറോമാക്കൽ സണ്ണി സേവ്യറിന്റെ കിണറ്റിൽ ആന വീണത്. രക്ഷാദൌത്യവുമായി നിലമ്പൂർ നോർത്ത് DFO P കാർത്തിക്കും സംഘവും എത്തിയെങ്കിലും വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടിയ ജനം ചെറുത്തു. ആനയെ അവിടെ തന്നെ മോചിപ്പിച്ചു വിടുമെന്ന ആശങ്കയായിരുന്നു കാരണം. തുടർന്ന് സബ് കളക്ടർ VM ആര്യ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തി ധാരണയുണ്ടാക്കി. കിണറ്റിൽ വീണ് 17 മണിക്കൂറിന് ശേഷമാണ് രക്ഷാപ്രവർത്തനം തുടങ്ങാനായത്. കരയ്ക്ക് കയറ്റിവിടാൻ പിന്നെയും 4 മണിക്കൂർ വേണ്ടിവന്നു. നടപടികൾക്ക് കാലതാമസം വരുത്തിയതിനാണ് ഉന്നത നിർദ്ദേശപ്രകാരം കേസെടുത്തതെന്ന് അറിയുന്നു. വിവാദ പ്രസ്താവനയുടെ പേരിൽ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ PV അൻവറിനെ കേസിൽ പ്രതിയാക്കുമെന്നും സൂചനയുണ്ട്. ആനയെ കിണറ്റിൽ തന്നെ മണ്ണിട്ട് മൂടണമെന്ന അൻവറിന്റെ പ്രസ്താവന ജനങ്ങളെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നതായിരുന്നുവെന്ന് വനം വകുപ്പ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. കേസിന്റെ കൂടുതൽ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിട്ടില്ല. അമൽ കോളേജിൽ 3ാമത് അമിലിച്ച് ഇന്റർനാഷണൽ കോൺഫറൻസ് ജനുവരി 30, 31, ഫെബ്രുവരി 1 തീയതികളിൽ അമൽ ക്യാമ്പസിൽ നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോളേജിന്റെയും ഈ ചുറ്റുപാടും അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് നടത്തിയ സംഗതി എല്ലാ വിഭാഗം ആൾക്കാർക്കും മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇത് കൂടുതൽ വിപുലമായി കൂടുതൽ പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് 30-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അബ്ദുറഹ്മാൻ ആണ് ഉദ്ഘാടനം ചെയ്തത്. 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിക്ക് ശേഷമാണ് ഈ 3 ദിവസത്തെ നമ്മുടെ കോർഡിനേറ്റർ പറഞ്ഞവരെ കാർണിവൽ എന്ന് നടക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അത് ജസ്റ്റ് അവർ ഓൺലൈൻ കൊണ്ട് ഫിസിക്കലായിട്ട് തന്നെ 5-8 ആൾക്കാർ ഇവിടെ എത്തിക്കഴിഞ്ഞു. പല ഭാഗത്ത് നാളെയായിട്ട് മറ്റന്നാളായിട്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ വരും, പങ്കെടുക്കും. അത് കോളേജിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാല കോളേജിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടായ മെച്ചങ്ങളൊക്കെ ഇവിടെ മറ്റുള്ള ആൾക്കാർക്കും നാട്ടുകാർക്കും മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ കോളേജിനെ പറ്റി കോളേജ് നടത്തുന്ന അത്രയും വിപുലമായ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇതിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇത്രത്തോളം നല്ല ഒരു വലിയ ഫെസ്റ്റിവൽ നടത്താൻ കഴിയും. അത് ഓർഗനൈസ് ചെയ്തത് അമലിഫിന്റെ മുമ്പ് ചെയ്ത
ടീമും ഓരോ കൊല്ലവും ഞങ്ങൾ ഓരോ ടീമാണ് വരുന്നത്. അവർക്ക് എല്ലാവർക്കും ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനും അവരുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങൾ കൂടിയാണ് സംഘാടന കഴിവുകൾ. 30 രാവിലെ 9:30 മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. PV അബ്ദുൽ വഹാബ് MP അധ്യക്ഷനാകും. PK ബഷീർ MLA, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ P രവീന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. റിപ്പോർട്ടർ TV കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ഹൈദരാബാദ് SRC ICSSR ഹോണററി ഡയറക്ടർ പ്രൊഫസർ B സുധാകർ റെഡ്ഡി സംബന്ധിക്കും. ടാൽ റോപ്പ് ടെക്കീസ് പാർക്ക് ഉദ്ഘാടനവും അന്ന് നടക്കും. തുടർന്ന് 11:30 നടക്കുന്ന പാനൽ ചർച്ചയിൽ കൊച്ചിൻ സാങ്കേതിക സർവകലാശാല SMS ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ KA സക്കറിയ മോഡറേറ്ററാവും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ് മേധാവി ഡോക്ടർ VL ലച്ചീഷ്, ഔറംഗാബാദ് മറാത്ത്വാഡ യൂണിവേഴ്സിറ്റി കൊമേഴ്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സയ്യിദ് അസ്ഹറുദ്ദീൻ, KDISC എക്സിക്യൂട്ടീവ് ഡയറക്ടർ PM റിയാസ് എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകും. 1:30 ഇംഗ്ലീഷ് സെമിനാർ ഹാളിൽ നടക്കുന്ന ടെക്നിക്കൽ സെഷനിൽ കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ ആബിദ ഫാറൂഖി മോഡറേറ്ററാകും. ഉച്ചയ്ക്ക് 2 മുതൽ 4 മണി വരെ വിവിധ വേദികളിലായി എക്കണോമിക്സ്, കൊമേഴ്സ്, ഇംഗ്ലീഷ്, മാനേജ്മെന്റ്, സൈക്കോളജി, ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്, അറബിക്, ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങി വിവിധ വകുപ്പ് തല സെഷനുകൾ നടക്കും. വൈകിട്ട് 6:30 അറബിക് സമ്മേളനം നടക്കും. രണ്ടാം ദിനമായ 31 രാവിലെ 10 നടക്കുന്ന സെമിനാറിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ MA സാജിദ മോഡറേറ്ററാവും. കോഴിക്കോട് IIM പ്രൊഫസർ ഡോക്ടർ സജി ഗോപിനാഥ്, സിനിമാ താരം മധുപാൽ തുടങ്ങിയവർ സംസാരിക്കും. വിവിധ വേദികളിൽ ഒരേ സമയം സെഷനുകൾ നടക്കും. വൈകിട്ട് 3:30 ഷേക്സ്പിയറിന്റെ കിങ് ലയർ അടിസ്ഥാനമാക്കി കോട്ടയ്ക്കൽ നന്ദകുമാരൻ നായർ, ഡോക്ടർ ആതിര നന്ദൻ എന്നിവർ നയിക്കുന്ന കഥകളി അരങ്ങേറും. സമാപന ദിനമായ ഫെബ്രുവരി 1 രാവിലെ 10 വിവിധ കോളേജുകളിൽ നിന്നുള്ള അനധ്യാപകർക്കായി ഓഡിറ്റ്, സർവീസ് റൂൾസ്, 4 വർഷ ബിരുദം തുടങ്ങിയ വിഷയങ്ങളിൽ ശില്പശാല നടക്കും. PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം ചെയ്യും. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ K സുധീർ മുഖ്യാതിഥിയായിരിക്കും. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് റിട്ടയർഡ് സീനിയർ സൂപ്രണ്ട് MP ബാബു, മഞ്ചേരി NSS കോളേജ് മലയാളം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സന്തോഷ് പള്ളിക്കാട്ട് എന്നിവർ ക്ലാസുകൾ നയിക്കും. ഉച്ചയ്ക്ക് 2 സമാപന സമ്മേളനത്തിൽ കർണാടക NIT SHSSM വകുപ്പ് മേധാവി ഡോക്ടർ ഷീന മുഖ്യപ്രഭാഷണം നടത്തും. പ്രിൻസിപ്പൽ ഡോക്ടർ KP മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ U ഉമേഷ് കോർഡിനേറ്ററായും ഡോക്ടർ T ഷമീമ ജോയിന്റ് കോർഡിനേറ്ററുമായുള്ള സമിതിയാണ് 3ാമത് അമലീറ്റ് ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. USA, തായ്ലൻഡ്, ദുബായ്, സൗദി അറേബ്യ, ഈജിപ്ത്, യമൻ, ഇറാഖ്, ബഹ്റൈൻ, ഖത്തർ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നായി 313 പ്രബന്ധങ്ങളാണ് ത്രിദിന അന്താരാഷ്ട്ര സെമിനാറിൽ അവതരിപ്പിക്കുക. വിദേശ പ്രതിനിധികൾ ഓൺലൈനായാണ് പങ്കെടുക്കുക. വാർത്താ സമ്മേളനത്തിൽ കോളേജ് ചെയർമാൻ PV അബ്ദുൽ വഹാബ് MP, പ്രിൻസിപ്പൽ ഡോക്ടർ KP മുഹമ്മദ് ബഷീർ, അമലറ്റ് കോർഡിനേറ്റർ ഡോക്ടർ U ഉമേഷ്, ജോയിന്റ് കോർഡിനേറ്റർ ഡോക്ടർ T ഷമീമ, ഡോക്ടർ PM അബ്ദുൽ സാക്കിർ, T ഷമീർ ബാബു, ഡോക്ടർ N ഷിഹാബുദ്ദീൻ, ഡോക്ടർ CH അലി ജാഫർ, സൂപ്രണ്ട് TP അഹമ്മദ് സലീം എന്നിവർ പങ്കെടുത്തു. പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് 14ാം പഞ്ചവത്സര പദ്ധതി 2022-27 വാർഷിക പദ്ധതി 2025-26 വികസന സെമിനാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷെറോണ റോയ് ഉദ്ഘാടനം നിർവഹിച്ചു. മൻസൂർ ബാഖവി, നാസിർ മാസ്റ്റർ കരുളായി, സാലിം ഫൈസി മമ്പാട്, ജംഷീർ ദാരിമി ചെറായി, യൂനുസ് വാഫി, അൻവർ കാട്ടുമുണ്ട, സാലിം ഫൈസി കാട്ടുമുണ്ട, ഷരീഫ് മമ്പാട്, സലീം രാമംകുത്ത്, സഫ്വാൻ ഫൈസി, മുർഷിദ് ഫൈസി, ഷഫീഖ് മൈലമ്പാറ എന്നിവർ നേതൃത്വം നൽകി. മുഴുവൻ യൂണിറ്റുകളിലേക്കും ആദർശ സമ്മേളന പ്രചരണ കിറ്റ് നൽകി. സമ്മേളനം വരെയുള്ള ദിവസങ്ങളിൽ വ്യത്യസ്ത പരിപാടികൾ യൂണിറ്റ്, ക്ലസ്റ്റർ മേഖലാ തലങ്ങളിൽ നടക്കും. സമാപന സംഗമം മമ്പാട്ടിൽ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അക്ബർ മമ്പാട്, സമീർ TP, ഫൈസൽ മമ്പാട്, ഫഹദ് മമ്പാട് എന്നിവർ സംസാരിച്ചു. ഓഫീസ് ജോലി ചെയ്യുന്നവർ ജീവിതശൈലി രോഗങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്നും വ്യായാമം ജീവിതത്തിന്റെ ഭാഗമായി മാറ്റണമെന്നും ജില്ലാ കളക്ടർ VR വിനോദ് പറഞ്ഞു. മലപ്പുറം ജില്ലാ ഭരണകൂടവും ആരോഗ്യ വകുപ്പും ആരോഗ്യ കേരളവും ചേർന്ന് നടത്തുന്ന ജീവിതശൈലി രോഗനിയന്ത്രണ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ ഭയാശങ്കയായി പേടിയുണ്ടായി. ഇപ്പോൾ പേടിയുടെ ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിക്കും. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരായതുകൊണ്ട് നമ്മുടെ ആ രീതി വളരെയധികം നേരം ഇരിക്കുന്ന ഒരു ജോലി ചെയ്യുന്നത് കൊണ്ട്
അതത്ര ഹെൽത്തി അല്ല. ഇവിടെ കാണുന്ന പലരും വളരെ ആക്റ്റീവായിട്ട് എക്സർസൈസ് ചെയ്യുന്നവരാണ്. ഒരുപാട് പേര് എനിക്കറിയാം. റെഗുലറായിട്ട് ജിമ്മിൽ പോകുന്നവരും ഓടാൻ പോകുന്നവരൊക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ തന്നെയുണ്ട്. എങ്കിലും അങ്ങനെയാണെങ്കിൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് മണിക്കൂറുകളോളം ചില മീറ്റിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇരിക്കേണ്ടി വരുന്നത് വളരെ അപകടകരമായ ഒരു സ്ഥിതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മീറ്റിങ്ങുകളുടെ ഇടയ്ക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയോ ചെറിയ മൂവ്മെന്റ് 1 മണിക്കൂർ ഇരുന്ന് ബാക്കി എന്നുള്ളത് അതിനുശേഷം നമ്മൾ ചെറുതായിട്ടുള്ള സ്ഥിരമായി ഇരുന്ന് ജോലി ചെയ്യുന്നവർ, വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നവർ എന്നിവർ രോഗനിയന്ത്രണത്തിൽ ശ്രദ്ധിക്കണമെന്നും പതിവായി വ്യായാമം ചെയ്യുന്ന ശീലം എല്ലാ ജീവനക്കാരും പിന്തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു. സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ ജീവനക്കാർക്കായി വാമപ്പ് പരിപാടി നടത്തിയാണ് ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, ജില്ലാതല ഓഫീസർമാർ ഉൾപ്പെടെ മുഴുവൻ ജീവനക്കാരും വാമപ്പിൽ പങ്കെടുത്തു. ഓഫീസ് സമയം ആരംഭിക്കുന്നതിന് മുൻപ് രാവിലെ 9:30 വാമപ്പ്. ജീവനക്കാർക്ക് ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കുവാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും വ്യായാമം ശീലവും സംസ്കാരത്തിന്റെ ഭാഗവുമാക്കുകയാണ് ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട് 1 വർഷം നീളുന്ന രോഗനിയന്ത്രണ ക്യാമ്പിനാണ് ആരോഗ്യവകുപ്പ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ജീവനക്കാർക്കിടയിലെ ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താനായി മെഡിക്കൽ ക്യാമ്പും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. ഉയരവും തൂക്കവും രക്തത്തിലെ പഞ്ചസാരയുടെ അളവും രക്തസമ്മർദ്ദവും നിർണയിച്ച വിദഗ്ധ പരിശോധന ആവശ്യമുള്ളവരെ കണ്ടെത്തുന്ന രീതിയിലാണ് ക്യാമ്പ് നടന്നത്. 200-ലധികം ജീവനക്കാർ ക്യാമ്പിൽ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖയുടെ അധ്യക്ഷതയിൽ ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു. DMO ഡോക്ടർ R രേണുക, ADM NM മെഹ്റലി, ഡെപ്യൂട്ടി DMOമാരായ ഡോക്ടർ ഷുബിൻ, ഡോക്ടർ ന്യൂന മർജ, NCD നോഡൽ ഓഫീസർ ഡോക്ടർ V ഫിറോസ് ഖാൻ, ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ മുഹമ്മദ് ഫസൽ, ടെക്നിക്കൽ അസിസ്റ്റന്റുമാരായ CK സുരേഷ് കുമാർ, VV ദിനേശ് തുടങ്ങിയവർ, സിവിൽ സ്റ്റേഷനിലെ വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആദർശം അമാനത്താണ് എന്ന പ്രമേയത്തിൽ SKSSF സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി നിലമ്പൂർ മേഖല SKSSF കമ്മിറ്റി ഫെബ്രുവരി 5-ന് നിലമ്പൂരിൽ ചന്തക്കുന്നിൽ നടത്തുന്ന ആദർശ സമ്മേളനത്തിന്റെ ഭാഗമായി മേഖലയിലെ 43 കേന്ദ്രങ്ങളിലൂടെ ആദർശ സഞ്ചാരയാത്ര സംഘടിപ്പിച്ചു. നമ്മുടെ ഓരോരുത്തരുടെ അഭിപ്രായത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ പ്രസിഡന്റ് വളരെ വ്യക്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടുകൾ എങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു, അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പറയുകയുണ്ടായി. നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും മെമ്പർമാരൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മാത്രം ഇതിലുള്ള കാര്യമല്ല, എന്നാൽ നമ്മുടെ നാട്ടിലെ ഓരോ ആളുകൾക്കും നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ പങ്കാളികളാവാൻ പറ്റും. അല്ലെങ്കിൽ അതിന് വലിയൊരു കർത്തവ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളതാണ്. ഓരോ വ്യക്തികൾക്കും ഉണ്ട് എന്നുള്ളതാണ് നമ്മളൊരു നല്ലൊരു തെളിവ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് സെക്രട്ടറി ഷക്കീല നന്ദി പറഞ്ഞു. മറ്റ് മെമ്പർമാർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.